നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒതുക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കേണ്ടെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം തിരൂർ വാഗൺ ട്രാജഡി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. BBA മിസ്റ്റർ മലപ്പുറം ബോഡി ബിൽഡിംഗ് ചാമ്പ്യനായി നൗഫൽ തലക്കെടുത്തൂർ തെരഞ്ഞെടുത്തു. തുപ്രങ്ങോട് സർവീസ് സഹകരണ ബാങ്ക് പെരിന്തല്ലൂരിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. ഉത്തർപ്രദേശിലെ ജ്ഞാൻവാബി പള്ളി സമുച്ചയത്തിൽ പൂജയ്ക്ക് അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ഡ്രൈവ് ഇംഗ്ലീഷ് സെമിനാർ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം മുസ്ലിം ന്യൂനപക്ഷ വിഭാഗം ഇത്രമേൽ ദ്രോഹിക്കപ്പെട്ട ഒരു കാലമുണ്ടായിട്ടില്ലെന്നും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും അവരോട് വിരോധം വെച്ച് പുലർത്തുന്ന ഈ സർക്കാരിൻ്റെ സമീപനം അവസാനിപ്പിക്കണമെന്നും മുസ്ലിം ലീഗ് പാർലമെൻ്ററി പാർട്ടി ലീഡറും ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായ ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. പാർലമെൻറ്റ് ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. ഇന്ത്യയുടെ പല ഭാഗത്തും നരകതുല്യമായ അനുഭവങ്ങളാണ് മുസ്ലിം ന്യൂനപക്ഷം നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും ഗവൺമെന്റിന്റെ മുഖമുദ്ര തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിന് എതിരായിട്ടുള്ള വിരോധമാണെന്നും ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. ഇന്ന് പാർലമെന്റിൽ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂർ. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം തിരൂർ വാഗൺ ട്രാജഡി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി കെ. സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കെ.വി. മനോജ് അധ്യക്ഷത വഹിച്ചു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം തിരൂർ വാഗൺ ട്രാജഡി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് കാമ്പ്രൻ അബ്ദുൾ മജീദ്, ജില്ലാ സെക്രട്ടറി ഇ. ഉമേഷ് കുമാർ, കെ. സുഭാഷ്, കെ. ബിജു, എൻ. അബ്ദുള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം റിജിൻ മാങ്കുറ്റി ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി എങ്ങനെയാണ് ഒരു മതത്തിന്റെ ആരാധന കേന്ദ്രത്തെ യജമാനനാവുക എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തിയതെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു. അതോടെ സിബി തോമസ് അധ്യക്ഷത വഹിച്ചു. പി. എ. ഷുക്കൂർ, പന്ത്രാളി മുഹമ്മദ് അലി, അഡ്വക്കേറ്റ് പത്മകുമാർ, ഗോപാലകൃഷ്ണൻ, അഷ്റഫ് ആളത്തിൽ, പി. സജയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. തിരൂരിൽ നടന്ന BBA ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ മലപ്പുറം പട്ടം ഏറ്റുവാങ്ങി നൗഫൽ തലക്കെടുത്തൂർ. വുമൺസ് ചാമ്പ്യനായി സൽമ ഫർസാനയും ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി. തിരൂർ വാഗൺ ട്രാജഡി ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് മലപ്പുറം എൻഫോഴ്സ്മെന്റ് RTO P. നസീർ ഉദ്ഘാടനം ചെയ്തു. തിരൂരിൽ നടന്ന BBA ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് മലപ്പുറം എൻഫോഴ്സ്മെന്റ് RTO P. നസീർ ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ബാബുരാജ് പങ്കെടുത്തു. MM കബീർ അധ്യക്ഷത വഹിച്ചു. ഷക്കീൽ സ്വാഗതവും ജിത്തു ഷാഫി എന്നിവർ സംസാരിച്ചു. VG ബാബു, മുസ്തഫ, ഷറഫു, ഇർഫാൻ, ഹനീഫ എന്നിവർ നേതൃത്വം നൽകി. ഫൈസൽ ബാബു, അബ്ദുൾ സലാം, വിനോദ് എന്നിവർ ആശംസകൾ അറിയിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. തൃപ്രങ്ങോട് സർവീസ് സഹകരണ ബാങ്ക് പെരിന്തല്ലൂരിൽ 6.5 ഏക്കറിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം തിരൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഇ. ജയൻ ഉദ്ഘാടനം ചെയ്തു. തുടർച്ചയായി 4ാം തവണയാണ് ബാങ്ക് ലാഭകരമായി നെൽകൃഷി നടത്തുന്നത്. ജില്ലാതലത്തിൽ കർഷക അവാർഡുകളും കാർഷിക സെമിനാറുകളും സംഘടിപ്പിച്ചിരുന്നു. തുടർച്ചയായി 4ാം തവണയാണ് തൃപ്രങ്ങോട് സർവീസ് സഹകരണ ബാങ്ക് ലാഭകരമായി നെൽകൃഷി നടത്തുന്നത്. കൊയ്ത്തുത്സവം തിരൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഇ. ജയൻ ഉദ്ഘാടനം ചെയ്തു. തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർ ഡോക്ടർ അബ്ദുൾ ജബ്ബാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP അബ്ദുൾ ഫുക്കാർ എന്നിവർ മുഖ്യാതിഥികളായി. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് തൃപ്രങ്ങോട് സർവീസ് സഹകരണ ബാങ്കിന് അനുവദിച്ച കൊയ്ത്തുമെതി യന്ത്രം ഉപയോഗിച്ചാണ് കൊയ്യുന്നത്. കൊയ്ത്തുത്സവത്തിൽ ബാങ്ക് പ്രസിഡന്റ് KT വേലായുധൻ അധ്യക്ഷനായി. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U. സൈനുദ്ദീൻ, സ്ഥലമുടമകളുടെ പ്രതിനിധി KV ബഷീർ, K. നാരായണൻ, K. മുഹമ്മദ് കുട്ടി, K. ഭരതൻ, PV സുരേഷ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി A. ശിവദാസൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് C. ഹരിദാസൻ നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ്, തൃപ്രങ്ങോട്. ഉത്തർപ്രദേശിലെ ജ്ഞാൻവാപി പള്ളി സമുച്ചയത്തിൽ പൂജയ്ക്ക് അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് താനൂർ ബസ് സ്റ്റാൻഡ് മസ്ജിദ് കമ്മിറ്റിയുടെ കീഴിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു.
നിരവധി പേർ പങ്കെടുത്തു. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം നടന്ന പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. മസ്ജിദ് ഖത്തീബ് CP സുഹൈബ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. C ജലീൽ അധ്യക്ഷത വഹിച്ചു. MC അബൂബക്കർ, AP ഷെരീഫ് ബാവ, K കാസിം, UN സിദ്ദീഖ്, AK സൈദലവി, NP അഷ്റഫ്, C ലത്തീഫ്, ഷുക്കൂർ എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, താനൂർ. ഡയറ്റ് മലപ്പുറം ഡിസ്ട്രിക്ട് സെന്റർ ഫോർ ഇംഗ്ലീഷിന്റെ നേതൃത്വത്തിൽ ഡ്രൈവ് സെമിനാർ സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലയിലെ LP ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് അധ്യാപകരുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാലയ അനുഭവ പരിപാടികളുടെ അവതരണവും മികച്ച സ്കൂൾ അനുഭവ പരിപാടികളുമാണ് സംഘടിപ്പിച്ചത്. മലപ്പുറം ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ സലീമുദ്ദീൻ അധ്യക്ഷത വഹിച്ച സെമിനാർ മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. SSK മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ P മനോജ് കുമാർ വിദ്യാലയങ്ങൾക്കും RPമാർക്കുമുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. ഡിസ്ട്രിക്ട് സെന്റർ ഫോർ ഇംഗ്ലീഷ് കോർഡിനേറ്റർ S ബിന്ദു സ്വാഗതവും ഡയറ്റ് വിനോദ് കുമാർ PK നന്ദിയും പറഞ്ഞു. ഡോക്ടർ വിനീജ NS, സബിത ശേഖരൻ, രമ VV, നിഷ P, ഡോക്ടർ മുഹമ്മദ് ബഷീർ, സുശീലൻ, K നാസർ കിളിയായി, സന്തോഷ് N, രജനി K എന്നിവർ സംസാരിച്ചു. പുറത്തൂർ ബഡ് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും നടന്നു. വെട്ടം ന്യൂസ്, തലക്കാട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.